ഹായ്, ഗുഡ് മോർണിംഗ്, നമസ്തേ. ഞങ്ങൾ ചെട്ടിനാട് വന്നിട്ട് രണ്ടാമത്തെ ദിവസം കേട്ടോ. ഇന്നലെ ഞങ്ങൾ ചെട്ടിനാട് വന്നിട്ട് ആദ്യം നമ്മുടെ ഒരു ശിവൻ കോവിൽ കാണാൻ പോയി. അതിനുശേഷം അത്തംകുടി ടൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ് കണ്ടു. പിന്നെ അത്തംകുടി പാലസിലേക്ക് പോയി. ശേഷം നമ്മൾ കാരക്കുടിയിലുള്ള ഒരു 1000 ജനൽ വീട് കാണാനാണ് പോയത്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് കാണാനൊന്നുമില്ല, ഒരു വലിയൊരു വീട്, അകത്തൊന്നും കയറാൻ പറ്റില്ല. പറഞ്ഞ പോലെ അടച്ചിട്ടേക്കാണ്, പുറത്തൊന്നും കാണാൻ മാത്രമേ ഉള്ളൂ. നമുക്കതൊരു പോക്കുവരത്ത് നഷ്ടമായി. ഇത്രയൊക്കെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പിന്നെ രാത്രി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇവിടെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ഹോം സ്റ്റേ ഒരു ഇതില്ലേ, അവിടെയാണ് റൂം എടുത്തത്. അത് കാണിക്കാം. ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്തേട്ടാ. ഇവിടെ റൂം എടുത്തത് ഞങ്ങൾക്ക് 4 പേർ കൂടി ഒറ്റ റൂം, വലിയ ഒരു കിങ് സൈസ് ബെഡും പിന്നെ ഒരു ചെറിയ ബെഡും കിട്ടി. 1500 രൂപയുള്ളൂ കേട്ടോ. എ സി ഇടാന്നുണ്ടെങ്കിൽ 2000 രൂപ. പക്ഷേ എ സിയുടെ ആവശ്യമില്ല, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടെ റൂം എടുത്ത ഇതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ മെയിൻ റോഡ് വരുന്നത്. കണ്ടോ, മെയിൻ റോഡ് വരുന്നത് ഇവിടെ ജസ്റ്റ് ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറം ആ ഭാഗത്താണ് നമ്മുടെ പിള്ളയാർപ്പെട്ടി ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ആർച്ച് വരുന്നത്. അപ്പം ഇവിടെ വന്നവരൊക്കെ ഈ പറഞ്ഞവർ ഈ വന്നേക്കണവരൊക്കെ ക്ഷേത്രത്തിലേക്ക് വന്നേക്കണ ആൾക്കാരാട്ടോ. ഈ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് നല്ല റൂമാണ്, റേറ്റ് കുറവാണ്. ഇതിവിടെ ഞങ്ങൾ ചോദിച്ചു റൂം. ഇവിടെ ഏകദേശം 3500 രൂപ ഞങ്ങൾക്ക് പറഞ്ഞ 3500 രൂപ. പുതിയൊരു ബിൽഡിങ്ങാണ്, സായ് വിഘ്ന റീജൻസി എന്ന് പറഞ്ഞത്. 3500 രൂപയാണ് പറഞ്ഞത്. നമുക്ക് 1500 രൂപയ്ക്ക് ഇവിടെ കിട്ടിയപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തു. ഭക്ഷണം ഇവിടെ പുറത്ത് ചെറിയ കടകളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 8 മണിയാകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ തീരും കേട്ടോ. എല്ലാ സാധനങ്ങളും തീരും. നമുക്ക് വൈകിട്ട് നോൺ കഴിക്കേണ്ടവർക്ക് ചിക്കൻ ഒക്കെ ഉണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ കൊണ്ടാട്ടം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം പക്ഷേ എന്താ സംഭവം, 8 മണിയായപ്പോഴേക്കും എല്ലാം തീരും. അപ്പോൾ ഇവിടെ വന്നവർ 8 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഈ പുറത്ത് തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കണവർ. തട്ടുകടയാണെങ്കിൽ പോലും നല്ല ഭക്ഷണമാണ്, വലിയ കുഴപ്പമില്ലാത്ത ഇതുണ്ട്, നല്ല തിരക്കുമാണ് കേട്ടോ. അപ്പം ഞാൻ മറ്റേ പിള്ളയാർപ്പെട്ടി കോവിലിൻ്റെ ആ കവാടം കാണിച്ചു തരാം. അതുകൊണ്ടോ, ആ കാണുന്നതാണ് പിള്ളയാർപ്പെട്ടി കോവിലിൻ്റെ കവാടം. ഇവിടുന്ന് നമ്മളിത് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. പിന്നെ അതവിടെ ആ ഇതില്ലേ, ആ ബോർഡ് കാണുന്നില്ലേ, അവിടെയാട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പം ഇവിടെ വരുന്നവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ആത്തൻകുടിയിൽ അങ്ങനെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പിള്ളയാർപ്പെട്ടി ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകാം. തമിഴ്നാട്ടിൽ ശിവഗംഗ ജില്ലയിൽ ചെട്ടിനാട് അടുത്ത് പിള്ളയാർപ്പെട്ടി എന്ന സ്ഥലത്തുള്ള പിള്ളയാർപ്പെട്ടി ഗണപതി ക്ഷേത്രം അഥവാ കർപ്പക വിനായകൻ കോവിൽ. ലോകസഞ്ചാരമൊക്കെ നടത്തി കച്ചവടമൊക്കെ ചെയ്ത് കോടീശ്വരന്മാരായ ചെട്ടിനാട്ടുകാരുടെ 9 ഇഷ്ടദേവതാസ്ഥാനങ്ങളിലൊന്നാണ് കർപ്പക വിനായകൻ കോവിൽ. 1500 വർഷങ്ങൾക്ക് മുൻപ് ആദ്യകാല പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. BC 3-ാം നൂറ്റാണ്ട് മുതൽ പുരാതന തമിഴ് മേഖലയുടെ തെക്കൻ ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ആദ്യകാല പാണ്ഡ്യ രാജവംശം ഏകദേശം 1000 വർഷത്തോളം ഒരു പ്രധാന ശക്തിയായിരുന്നു. സാഹിത്യം, കല, മതപരമായ വാസ്തുവിദ്യ എന്നിവയെ സംരക്ഷിക്കുന്നതിലും പുരാതന ഇന്ത്യയിലെ വടക്കൻ രാജ്യങ്ങളുമായി ആശയങ്ങളും വ്യാപാരവും പങ്കിടുന്നതിലും അവർ പ്രധാന പങ്ക് വഹിച്ചു. ദക്ഷിണേന്ത്യൻ പൈതൃകത്തിന് ആദ്യകാല പാണ്ഡ്യരാജവംശം നൽകിയ സംഭാവനകളുടെ ഒരു തെളിവാണ് കർപ്പക വിനായകർ ക്ഷേത്രം. ക്ഷേത്രത്തിന് മുന്നിലെത്തുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വലിയൊരു ക്ഷേത്രക്കുളമാണ്. ഈ ക്ഷേത്രക്കുളം ചുറ്റിയാണ് നമ്മൾ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലെ ക്യാമറ അലൗഡല്ല, അതുകൊണ്ട് ഉള്ളിലെ കാഴ്ചകളൊന്നും പകർത്തുവാൻ സാധിച്ചില്ല. ഈ ഒരു വലിയ ഗോപുരം കടന്നു വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ പ്രധാന പ്രതിഷ്ഠയായി ഏകദേശം 6 അടിയോളം ഉയരമുള്ള കർപ്പക വിനായകരുടെ പ്രതിഷ്ഠ വരുന്നത് പ്രകൃതിദത്തമായ പാറക്കെട്ടിൽ കുഴിച്ചെടുത്ത ഒരു ഗുഹയിലാണ്. തുമ്പിക്കൈ വലത്തോട്ട് തിരിഞ്ഞിട്ടുള്ള വലംബിരി വിനായകരാണ് ഇവിടെ. ഇവിടുത്തെ വിനായക പ്രതിഷ്ഠയ്ക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. പൊതുവെ കാണാത്ത രീതിയിൽ 2 കൈകൾ മാത്രമുള്ള പിള്ളയാരുടെ ഇടത്തെ കൈയിൽ മോദകവും വലത്തെ കൈയിൽ ശിവലിംഗവുമാണ് ഉള്ളത്. അങ്കുശപാശങ്ങൾ അഥവാ തോട്ടിയും കയറുമേന്തുന്ന ആ 2 കൈകളില്ല. കാലുകൾ മടക്കി അർദ്ധപത്മാസനത്തിലിരിക്കുന്ന ഗണപതി ഭഗവാന്റെ ആ വലിയ വിഗ്രഹം നേരത്തെ പറഞ്ഞ പോലെ ഒറ്റപ്പാറയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ കൊത്തിയെടുത്തിരിക്കുന്നത് കൊണ്ട് സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ പ്രദക്ഷിണം വയ്ക്കുവാൻ സാധ്യമല്ല. ശിവപാർവതിയും സമ്പത്തിൻ്റെ ദേവനായ കുബേരനും
കാർത്യായനി അമ്മനോടക്കം മറ്റ് പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എന്തും സാധിച്ചു തരുന്ന കർപ്പക വിനായകരുടെ സന്നിധിയിൽ കുറച്ചു നേരം കണ്ണടച്ച് ധ്യാനിച്ചു നിന്നാൽ നമ്മുടെ മനസ്സും ശരീരവുമെല്ലാം ശാന്തമാവും. ഇത് ക്ഷേത്രത്തിന് പുറത്തുള്ള ഒരു ഗണപതി സന്നിധിയാണ്. ഐശ്വര്യദായകനായ ഗണപതി എന്നാണ് ക്ഷേത്രത്തിന് മുൻപിൽ എഴുതി വച്ചിരിക്കുന്നത്. പിള്ളയാർകുട്ടി ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് ക്യാമറ, മൊബൈൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പം ഇനി അങ്ങനെ ഇറങ്ങാണ്. കുറേ മലയാളികളൊക്കെ വരുന്നൊരു ക്ഷേത്രമാണെന്ന് പറഞ്ഞത് പിള്ളയാർകുട്ടി ഗണപതി ക്ഷേത്രം. ഭയങ്കര പവർഫുള്ളായ ഗണപതിയാണെന്നാണ് പറയുന്നത്. നമ്മൾ ആ ഗോപുരത്തിൽ കൂടെ ആട്ടോ അകത്തേക്ക് കയറിയത്. അതിലകത്തേക്ക് കയറിയിട്ട് ഈ ഗോപുരത്തിൽ കൂടെയാണ് പുറത്തേക്ക് വരുന്നത് കേട്ടോ. നല്ല തിരക്കാണ്. അയ്യപ്പ സീസൺ ആയതുകൊണ്ട് അയ്യപ്പന്മാരുടെ ഭയങ്കര തിരക്കാണ്. കൂടുതലും വരുന്ന അയ്യപ്പന്മാരാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ മലയാളികളൊക്കെ വരുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. പ്രധാന പ്രതിഷ്ഠ വരുന്നത് ഗണപതി ഭഗവാനാണ്. നമ്മൾ ആ ഫോട്ടോയിൽ കാണിച്ചു തന്നവർ. പിന്നെ മഹാദേവനുണ്ട്, പാർവതി ദേവിയുണ്ട്, അങ്ങനെ കുറേ പ്രതിഷ്ഠകളുണ്ട്. നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ പുറത്ത് ആ ഗോപുരത്തിൻ്റെ പുറത്ത് ഒരു ചെറിയ പാറയുടെ മുകളിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പാറയുടെ മുകളിൽ ഒരു ചെറിയൊരു ഗണേശ പ്രതിഷ്ഠയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പിള്ളയാർപ്പെട്ടി ഗണപതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. 500 വർഷങ്ങളുടെ പഴക്കൊണ്ട് പ്രതിഷ്ഠയ്ക്കെന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ എല്ലാം ഫ്രീ ആണ്. എല്ലാം ഫ്രീ എന്ന് വെച്ചാൽ അന്നദാനമുണ്ട്, പാർക്കിങ്ങിന് പൈസയില്ല, ദർശനത്തിന് പൈസയില്ല, അർച്ചനയ്ക്ക് പൈസയില്ല, ഒന്നിനും പൈസയില്ല. നമ്മൾ അർച്ചനയ്ക്കുള്ള സാധനം കൊണ്ടുകൊടുത്താൽ ഫ്രീ ആയിട്ട് അർച്ചന ചെയ്ത് തരും. ഒന്നിനും ടിക്കറ്റ് എടുക്കണം. ദർശനമൊക്കെ വലിയവൻ ചെറിയവൻ അങ്ങനൊന്നുമില്ല. എല്ലാവരും വന്ന് ഒറ്റ ക്യൂവിൽ നിൽക്കണം, ഭഗവാനെ തൊഴുത് നമുക്ക് പോരാം എന്നാണ് അവിടെ പറഞ്ഞത്. ക്ഷേത്രത്തിന് മുൻപിൽ ഇങ്ങനെ വലിയൊരു കുളം കാണാം. നല്ല ഭംഗിയുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ഇതാണ് പിള്ളയാർപ്പെട്ടി ഗണപതി ക്ഷേത്രം. പിള്ളയാർപ്പെട്ടി ഗണപതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ പിള്ളയാർപ്പെട്ടി ഗണപതി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ഒരു ഷോപ്പിൽ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു സാധനം കണ്ടു കേട്ടോ. ഇത് കണ്ട, ഇത് വെള്ള എരിക്ക് കൊണ്ട് നിർമ്മിച്ചതാണ്. ഗണപതി ഭഗവാനെ കൊത്തിയ ഒരു മരക്കഷ്ണമാണ്. ഇതെന്താന്ന് വെച്ചാലേ ഇവർ പറയണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് മഞ്ഞളൊക്കെ തടവി, ഇത് മൊത്തം മഞ്ഞൾ തടവി നമ്മൾ വീടുമ്മ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ ദൃഷ്ടിദോഷം ഒന്നും വരില്ല അത്രേ. ചേച്ചി പറയൂ അതത് എന്താന്ന്? വെള്ളരിക്ക്. ആ ദൃഷ്ടിക്ക. ഇത് നമ്മളെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? അല്ല എപ്പടി വീട്ടുവാസലൊക്കെ ഇട്ടായിരുന്നോ? വീട്ടുവാസല്ലേ കയറി വന്നോടുത്ത് പുറത്തുനിന്ന് ആൾക്കാർ വന്നോടുത്തല്ലേ? കാർ പോർച്ചിലൊക്കെ കെട്ടല്ല. ആ മഞ്ഞൾ തൂക്കണം. ഗണപതിയുടെ നെറ്റിക്ക് മഞ്ഞൾ തൂക്കണം. അതാണ് നമ്മളെങ്ങും കാണാത്തൊരു സാധനം. അതുകൊണ്ട് രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങിച്ചു. രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങിച്ചോട്ടോ. ഒരെണ്ണം ഞാനും ഒരെണ്ണം സൈമിഞ്ഞാനും വാങ്ങിച്ചു. ഇത് ഫുള്ള് മഞ്ഞൾ തടവി ഗണപതി ഭഗവാന്റെ നെറ്റിക്ക് ചന്ദനം വെച്ച് നമ്മൾ മുറ്റത്ത് അല്ലെങ്കിൽ പുറത്ത് തൂക്കിയാൽ ദൃഷ്ടിദോഷം ശത്രുദോഷം ഒന്നും ഏക്കില്ല അത്ര. അതാണ് പറയണത്. അപ്പൊ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു. അപ്പൊ ഈ സാധനം വേറെ എങ്ങും പാത്തതയില്ലേ? അപ്പൊ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു. നന്ദി ചേച്ചി പേരെന്നാ? വിനോദിനെയൊക്കെയാണ് നമുക്കത് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെ. നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വന്നേ നമ്മളെ പിള്ളയാർപ്പെട്ടി അമ്പലത്തിലേക്ക് തിരിയണോട് തന്നെ ഇടത്ത് സൈഡിലൊരു ഹോട്ടലുണ്ട്. അവിടെ കയറി 2 സെറ്റ് ഇഡ്ഡലി വടയും 2 സെറ്റ് ഇഡ്ഡലി എന്ന് വെച്ചാൽ ഒരു സെറ്റിൽ 2 ഇഡ്ഡലി ഉള്ളൂ. വട, ചെറിയ വട,
ചട്നി, സാമ്പാർ, പിന്നെ ഒരു സെറ്റ് പൂരി, 2 ചായ പറഞ്ഞു. അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ കേട്ടോ ഈ ഹോട്ടലിൽ അഡ്വാൻസ് പേ ചെയ്ത് ടോക്കൺ എടുക്കണം. അവിടെ പൂരിയും വന്നു കേട്ടോ, പൂരിയും വന്നു. അപ്പോൾ ഇത്ര സാധനങ്ങൾക്ക് 2 ചായ ഉണ്ട്, ഇത്ര സാധനങ്ങൾക്ക് 180 രൂപ വാങ്ങിച്ചത്. പിന്നെ കഴിച്ചു കൊടുക്കണം അല്ലേ? ഇടിനല്ലാണ് ഈ ഒരു ഹോട്ടലിലാട്ടോ ഞങ്ങൾ കയറിയത്. കാരക്കുടി അന്നലക്ഷ്മി. ഇത് ശരിക്കും നമ്മുടെ ഈ ഒരു പിള്ളയാർപ്പെട്ടി ഗണേശ ക്ഷേത്രത്തിലേക്ക് കയറുന്ന ഈ ആർച്ച് കയറുമ്പോൾ തന്നെ ഇടത് സൈഡിലാട്ടാ. നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് വരണ വഴിക്ക് റോഡ് സൈഡിൽ കണ്ടൊരു പഴയ വീടാട്ടാ. കണ്ട ഇതുപോലത്തെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ പകുതിയിലധികം തകർന്ന് ഇതായി കിടക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഇതൊരു ആയുർവേദ ആശുപത്രിയാണെന്ന് പറഞ്ഞു, ആയുർവേദ ചികിത്സ ഒക്കെ ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്. അതൊക്കെ കുറേ പശുവുണ്ട്, അതൊക്കെ ഉണ്ട്. കണ്ട അതേക്ക് കയറണമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്ട്. അപ്പോൾ രാവിലെ ക്ഷേത്രത്തിൽ പോയി, വിനായക ക്ഷേത്രത്തിൽ പോയി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ചെട്ടിനാട് പാലസ് ഉണ്ട്. പക്ഷെ അത് അകത്ത് കയറാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ വന്ന സ്ഥിതിക്ക് പാലസ് ഒന്ന് കണ്ടിട്ട് പോവാം. പിന്നെ ഒരു തകർന്ന ഒരു കോട്ടയുണ്ടല്ലോ, അതും കൂടി ഒന്ന് കാണണം. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. പിന്നെ